മോഹൻലാലിൻ്റെ എത്രയോ പടങ്ങളിൽ ഞാൻ പാടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ മോഹൻലാൽ എനിക്ക് പാട്ട് തരുന്നതുകൊണ്ടുള്ള ബന്ധമൊന്നുമല്ല. അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാവരുടെയും നിന്ന് എലൂഫായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്കൊരു വലിയൊരു പ്രശ്നമുണ്ടായി മമ്മൂക്കായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഈ ദിലീപും പിന്നെ ഇന്നസെൻ്റ് ആയിട്ടൊക്കെ കഥയുണ്ടാക്കാൻ തുടങ്ങി. അതായത് മമ്മൂക്ക ജിമ്മിൽ പോകാൻ നേരത്ത് പകുതി വഴിക്ക് പോയിട്ട് ഇനി എന്തിനാ പോണേ, ഇങ്ങനെ കഥകളുണ്ടാക്കി ഇവരെന്നെ അങ്ങ് കൊമ്പത്ത് കയറി. കുറച്ച് കഴിഞ്ഞ് ഞാൻ എണ്ണീറ്റ് പോയി മമ്മൂക്ക സോറി കേട്ടോ, അടുത്ത് പറ വേഗം കട്ട് ചെയ്ത് ദൂരക്കളയാൻ പറ, ഇനി അത് കാണരുത്, കട്ട് ചെയ്യാൻ പറ. കല്യാണം വിളിക്കാൻ വേണ്ടി ആകെപ്പാടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സാറാണ്. ശരി, കുറിയൊക്കെ ഇങ്ങനെ കൊട്ടു നിൽക്കുന്ന വലിയ അപകടം ഇന്നത്തെ കാലത്ത്. സംഗീ എന്നുള്ള പേര് വരും. കുഴപ്പമില്ല, ഞാനിതിൽ വിശ്വസിക്കുന്നു. വിശ്വാസമാണ്. അമ്പല സംഗീ. ഞാൻ കോടിയേരി സാറിനെ വിളിച്ചിട്ട് പറയട്ടാ, ഇത് എനിക്കെന്താ തരാത്തത്, ഇതിങ്ങനെ പറഞ്ഞ് നാണക്കേടായില്ല. കാരണം ഇതെല്ലാം അല്ല, അത് ശ്രീകുട്ടൻ BJP ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓഹോ സന്തോഷം. ലാലേട്ടനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് അറിഞ്ഞൂടാ. കാരണം ഇപ്പം മോഹൻലാൽ എന്നെയും എനിക്ക് മോഹൻലാലിനെയും എന്തോ ഒരു മുൻജന്മ ബന്ധമുള്ള പോലെ ഞങ്ങൾക്ക്. അതായത് എപ്പോൾ വിളിച്ചാലും ഏത് പാതിരാത്രി വിളിച്ചാലും, ഇപ്പം വർക്കിലാണെന്നുണ്ടെങ്കിൽ എടുക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കും, കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ നമ്മൾ തമ്മിൽ ഇപ്പം മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ ഞാൻ പാടിയില്ല, ഇപ്പം വാലിബൻ അതിനകത്ത് പാടിയില്ലെന്ന് പറഞ്ഞ് അണ്ണാ എന്നെ എന്തുകൊണ്ട് പാടിച്ചില്ല, അങ്ങനെ ചോദ്യങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത്ര ക്ലോസാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാനും സംസാരിക്കാനും പ്രിയനും അതുപോലെ തന്നെയാണ് മോഹൻലാൽ. ഞങ്ങളൊരു ട്രയോ 3 പേര്. അത് ഇതുവരെ ഒട്ടും ഒരു മനുഷ്യനും അതിനെ താർക്കാനും പറ്റില്ല. അത് വേണേൽ ഞാനിപ്പോൾ എഴുതിത്തരാം. കാരണം മോഹൻലാലുമായിട്ടുള്ളൊരു എൻ്റെ ബന്ധം, അത് മോഹൻലാലിൻ്റെ എത്രയോ പടങ്ങളിൽ ഞാൻ പാടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ മോഹൻലാൽ എനിക്ക് പാട്ട് തരുന്നതുകൊണ്ടുള്ള ബന്ധമൊന്നുമല്ല. അതിന് മേലെ അതൊക്കെ മേലെ ഉള്ള ഒരു ബന്ധമാണ്. അത് ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു ഒരു ഉറയുണ്ട്. അത് ഇപ്പം എത്രയോ പ്രോഗ്രാംസ്, കാരണം വിദേശത്ത് പ്രോഗ്രാമിന് പോകുമ്പം മോഹൻലാൽ പാടണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ ചെന്ന് നിൽക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എത്രയോ പാട്ട് ഞാൻ മോഹൻലാലിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എത്രയോ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബന്ധം വരുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ പാടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ ഇപ്പം ചില പാട്ടുകളുണ്ട്, ആഹാ മനോരഞ്ജിനി അയ്യേ എന്നൊക്കെ പറഞ്ഞ് അത് ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് സിങ്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുജ്ജന്മ ബന്ധമായിരിക്കാം. പിന്നെ രണ്ടുപേരും നക്ഷത്രം ഒന്ന് തന്നെ, എന്താ രേവതി. ശരി. ലേഖയുടെ നക്ഷത്രം എന്താ? ചിത്തിര. വെരി ഗുഡ്. അങ്ങോട്ട് ചോദിക്കണ്ടേ എപ്പോഴും? അല്ല, എൻ്റെ അനിഴം. പിന്നെ എല്ലാം ഉണ്ടല്ലോ. ജന്മസമയം വരെ നോക്കിയല്ലേ. ഇപ്പൊ ഈ കേസൊക്കെ വരുമ്പോ ഇപ്പം ആളുകൾ ചോദിക്കുമല്ലോ, അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് ജന്മസമയവും നക്ഷത്രവും ഒക്കെ ചോദിക്കുമല്ലോ. ഏത് അമ്പലത്തിലാ പോയി എന്ന് പറഞ്ഞു? ഞാൻ മൂകാംബിക പോകാറുള്ള, ഞാൻ അമ്പലങ്ങളിൽ പോകാൻ. എൻ്റെ നാട്ടിലൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന് ഉത്സവം നടത്തുന്നത് മെയിൻലി ഞാനാണ്. എരുമേലിക്കപ്പുറേ ഇടകടത്തിന് അയ്യപ്പ ക്ഷേത്രം. അപ്പം അത് ഞാനാണ് വർഷങ്ങളായിട്ട് നടത്തുന്നത്. പക്ഷെ അങ്ങനല്ല, എനിക്ക് ഈ കേസും ഒക്കെ വന്നപ്പം ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് ഈ നാള് ചോദിക്കും ഓഫീസിൽ വന്നിട്ട്. അയൽവക്കത്തുള്ളവരും പരിചയക്കാരും മുഴുവൻ ക്ഷേത്രങ്ങൾ. ഇപ്പം ഏതാ ആറ്റുകാലിൽ ഒരാൾ പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ അല്ല ഞങ്ങൾക്ക് അറിയാം, കാരണം ഒരുപാട് പേര് വന്നത് നേർച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് പേര് മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസമുണ്ടോ ഈ എല്ലാ ക്ഷേത്രത്തിലും? എന്താ വെച്ചാൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്, ആ ദൈവത്തിന് ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം എല്ലാ ദൈവവും നമുക്കൊരു പ്രത്യേകിച്ച് ദൈവത്തിന്റെ നമ്മുടെ വിശ്വാസമാണല്ലോ. അപ്പം അതിന്റെ പ്രശ്നം വെച്ചാൽ ഒരാൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് പൗർണമികാവ് ക്ഷേത്രത്തിൽ പോകണമെന്ന് ഒരു 3 പ്രാവശ്യം ഒരു ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം അങ്ങ് പഠിച്ചു, പക്ഷെ 3ാം തവണ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു പോവാൻ. അവരെനിക്ക് വേണ്ടി പൗർണമികാവ് ക്ഷേത്രത്തിൽ നേർന്നെങ്കിൽ എനിക്ക് വിശ്വാസമില്ലെങ്കിലും പോകണമെന്ന ആളാണ് ഞാൻ. എടൂർ എന്ന് പറയുന്ന കണ്ണൂർ ഒരു പള്ളിയാണ്, ബന്ധിതനായ ക്രിസ്തു. അവിടെ നേർച്ച നേരുന്നു, നിർബന്ധമായും പോകണം, മുട്ടലെഴുതെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പ്രസക്തമല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നത് ചെയ്തിട്ട് നമ്മളതിൻ്റെ കൂടെ നിൽക്കുക, അതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ദൈവമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അത് നമ്മളത് കൈക്കൂലിയായിട്ടല്ല.
നമ്മളെ എനിക്ക് തോന്നുന്നു മനസ്സിന്റെ പവറാണ് കുറച്ചുകൂടെയാണെന്ന് തോന്നുന്നു. അത് മനസ്സിന്റെ പവറാണ്. പക്ഷെ നമ്മളെ ഒരാളിങ്ങനെ ആഗ്രഹിച്ച് ചെയ്താൽ പിന്നെ നമ്മൾ അതിനെ നിഷേധിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ല. അവരുടെ സന്തോഷമാണ്. അതെ. നമ്മളെന്തിനാണ് അതിനെ പിന്നെ നമുക്ക് ചിലപ്പോൾ വേണേൽ ഒരു ആശയക്കുഴപ്പമുണ്ട്, അശോ ഞാനത് ചെയ്തില്ലല്ലോ ആ, എന്നൊരു നോക്കേണ്ട കാര്യമില്ലല്ലോ. അത്രേ ഉള്ളൂ. അത് പോട്ടെ, എൻ്റെ കാര്യമല്ലല്ലോ, പ്രസക്തമല്ലല്ലോ. അപ്പോൾ ഞാൻ നമ്മള് നക്ഷത്രം പറഞ്ഞുകൊണ്ടൊന്ന് മോഹൻലാലും ഞാനും ഒരു നക്ഷത്രമാണെന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് വന്നപ്പോഴും അപ്പോൾ ഈ ഏനും ജ്യോതി തമ്പ്രാനും ജ്യോതി എന്ന് പറഞ്ഞ പോലെ അല്ല, അപ്പം ലാലേട്ടൻ്റെ ലാലേട്ടൻ ഈ ആരാണ്ട് പറഞ്ഞു കേട്ടു ഭയങ്കര നാണം കുണിങ്ങിയാണ് വലിയ ഈ ഇപ്പം മുമ്പേ പറഞ്ഞപ്പോഴേ പാട്ട് പാടാൻ അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞില്ലേ, ശരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ? അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാവരുടെയും എലൂഫായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ഈ എല്ലാം ഇപ്പം എന്ന് പറഞ്ഞ് കയറിപ്പോയി അങ്ങനെ ഓടിപ്പോയി ഒന്നും ചെയ്തില്ല. എല്ലാം ഞാൻ നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ അടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇപ്പോൾ ഒരു റൂമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് അർമാദിച്ച് അങ്ങ് ആഹ്ലാദിച്ച് ഭയങ്കര രസമായിരിക്കും. പക്ഷെ പബ്ലിക്കിന് അങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഭയങ്കരമായിട്ട് അങ്ങ് മാറും, ഒതുങ്ങിക്കളയും. അങ്ങനെയാണ് ബേസിക്കലി. അത് സ്റ്റാർഡത്തിന്റെ ഭാരം കൊണ്ടായിരിക്കും അതോ പണ്ടേ നേച്ചർ? പണ്ടേ അദ്ദേഹത്തിൻ്റെ നേച്ചർ അതാണ്. ഇപ്പോൾ ഒരു വേദിയിലോട്ട് കയറിപ്പോയി കഴിഞ്ഞ് ഇങ്ങനെ പോയി നോക്കി ഇങ്ങനല്ലേ പോകുന്നത്. അല്ലാതെ വേണേൽ കയറിപ്പോയിട്ട് ഹലോ ഹായ് ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാമല്ലോ. മമ്മൂട്ടി നേരെ തിരിച്ചല്ലേ? മമ്മൂട്ടി നല്ല ഓളത്തിലായിരിക്കും. മമ്മൂക്ക സീരിയസ് ആയിട്ട് പോകും. അല്ല, മമ്മൂക്കയും ഈ പറയുന്നതേ ഉള്ളൂ. ഈ മമ്മൂക്കയും ഞാനുമായിട്ട് ചിലപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കും. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കും. ഇവരൊക്കെ ജെന്യുവിൻ ആർട്ടിസ്റ്റുകളാണ്. അതാണ് സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയുടെ ഈ ക്യാരക്ടർ. അതായത് രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ഉടക്കും, പക്ഷെ അത് വേറെ ആ പറയുന്ന സമയത്തേ ഉള്ളൂ. എനിക്കൊരു വലിയൊരു പ്രശ്നമുണ്ടായി മമ്മൂക്കയായിട്ട്. ചെറിയ അബദ്ധം പറ്റിയതാണ് എനിക്ക്. ഈ പാലേരി മാണിക്യം എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിലീസ് ചെയ്ത സമയത്ത് ഞാൻ ഈ സരിഗമ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഏഷ്യാനെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിനകത്ത് നടിയുണ്ട് മൈഥിലി. അപ്പോൾ മൈഥിലി വന്നിരുന്നത്. അപ്പോൾ മൈഥിലി ഭയങ്കരമായിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് ആരാ ഫാൻ എന്ന് ചോദിച്ചാൽ എനിക്കും മമ്മൂക്കേൻ്റെ വലിയ ഫാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ മോഹൻലാൽ അല്ലേ എന്ന് ചോദിച്ചു. അല്ല, ലാലേട്ടനെ എനിക്കിഷ്ടമാണ്. എന്നാലും ഞാൻ പറഞ്ഞു പിന്നെ ഇത്ര ഇത്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാലേരി മാണിക്യത്തിൽ ഒരു 5 ബലാത്സംഗമുണ്ട്. ആദ്യമായിട്ടാണ് മൈഥിലി ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? സാധാരണ പുതുതായിട്ട് വരുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അയ്യോ അത് വേണോ എന്നൊക്കെ ആലോചിക്കത്തില്ല. അയ്യോ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് മമ്മൂക്കയല്ലേ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞ മമ്മൂക്കയ്ക്ക് കുറച്ച് പ്രായമൊക്കെ ആയല്ലോ, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയണ്ടേ ആര്? നമ്മുടെ ഈ ബൈജു മേല്ല എന്ന് പറഞ്ഞ ആളായിരുന്നു പ്രൊഡ്യൂസർ. അയാൾ കട്ട് ചെയ്യാതെ അതും കിട്ടും, അങ്ങ് ഡയറക്റ്റായിട്ട് അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഐഡിയാസാസിംഗ് എന്ന് പറഞ്ഞ വേറെ എണ്ണത്തിൽ ഇരുന്നവർ 10 മണിയായപ്പോൾ നമുക്ക് മമ്മൂട്ടി. ഞാൻ വെച്ചാൽ എന്തിനായിരിക്കും ഇപ്പോൾ എടുക്കണ്ട വെച്ചു. കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് അല്ല നീ എന്താ പറഞ്ഞു, എന്നെ കുറേ അങ്ങ് പറഞ്ഞു. അതിന് ശേഷം ഞാൻ എങ്ങനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കുറച്ച് ദിവസം എനിക്ക് ഒരു പിടിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഈ ദിലീപും പിന്നെ ഇന്നസെൻ്റ് ഏട്ടനൊക്കെ കഥയുണ്ടാക്കാൻ തുടങ്ങി. അതായത് മമ്മൂക്ക ജിമ്മിൽ പോകാൻ നേരത്ത് പകുതി വഴിക്ക് പോയിട്ട് ഇനി എന്തിനാ പോണേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. ഇങ്ങനെ കഥകളുണ്ടാക്കി ഇവരെന്നെ അങ്ങ് കൊമ്പത്ത് കയറ്റി, തേന്മാവിൻ കൊമ്പത്തല്ല ആകാശത്ത് കയറ്റി അങ്ങ് വിട്ടു. കറക്റ്റായിട്ട് ഏഷ്യ1 അവാർഡ് അത് ഇവിടെ വെച്ചിട്ട് ദുബായിൽ വെച്ചിട്ട് ഏഷ്യ1 അവാർഡ് എനിക്കുമുണ്ട് മമ്മൂക്കയ്ക്കുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മൂക്ക കൊച്ചിയിൽ നിന്ന് വരും, ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണല്ലോ പോകുന്നത്, കുഴപ്പമില്ലെന്ന്. കറക്റ്റായിട്ട് ട്രിവാൻഡ്രത്ത് മമ്മൂക്ക വന്നു. എന്നിട്ട് ഞാൻ ആ കാൾസ്ബർഗ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഈ ബിസിനസ് ക്ലാസ് ലോഞ്ചിലിരിക്കാം, പക്ഷേ കാൾസ്ബർഗിൽ നിൽക്കുകയാണ് ഫൈനൽ കോൾ വിളിക്കാൻ വേണ്ടി നിന്ന് കയറുന്നില്ല, ഫ്ലൈറ്റ് കയറിയില്ല. എന്നിട്ട് മമ്മൂക്ക ഫ്രണ്ടിലിരുന്നു, ഞാനും ബിസിനസ് ക്ലാസ് ആയിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ എണ്ണീറ്റ് പോയി മമ്മൂക്ക സോറി കേട്ടോ അടുത്ത് പറ, വേഗം അത് കട്ട് ചെയ്ത് ദൂരെ കളയാൻ പറ, ഇനി അത് കാണരുത്, കട്ട് ചെയ്യാൻ പറ. പിന്നെ ഞാൻ അപ്പോൾ അവിടെ മൊബൈലുണ്ടായിരുന്നു. പെട്ടെന്ന് ഫ്ലൈറ്റിൽ നിന്ന് അത് ഓണയാണ് പോയതല്ലേ, ഇനി ആര് കട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇയാൾ കൊണ്ടായിടുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്നെ ഏഷ്യാനെറ്റിൽ നിന്ന്. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് എന്തൊക്കെ പറഞ്ഞതെന്ന് തന്നെ അറിഞ്ഞു. ഈ അവാർഡ് വാങ്ങിച്ചാൽ പറഞ്ഞ് എനിക്ക് ഈ അവാർഡ് വാങ്ങിക്കാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത് മമ്മൂക്കയുടെ മുമ്പിലിരുന്ന് ഈ അവാർഡ് വാങ്ങിക്കാൻ സാധിക്കുന്നതൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞിട്ടും മമ്മൂക്ക മാറിയതില്ല. അതിനുശേഷം ഇപ്പം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മമ്മൂക്കയെ കണ്ടപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ വിട്ടേടാ അതൊന്നും വലിയ കഴിവൊന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. മാത്രമല്ല എപ്പോൾ വിളിച്ചാൽ ഈ മോഹൻലാലിനെ പോലെ തന്നെ
അപ്പം തന്നെ മൊബൈൽ ആൻസർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ബഹുമാനിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ പോയി കണ്ടു, ഇൻക്ലൂഡിങ് കണ്ണൂർ സ്ക്വാഡ്. ഞങ്ങൾ ഒരുമിച്ച് കണ്ടു. ഗംഭീരം പടമാണ്. എന്ത് ഇതായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതായത് ഒരു പോലീസ് ഓഫീസറാണോ വലിയ സീരിയസ് ആണോ എന്ന് വെച്ചാൽ അല്ല, എങ്കിൽ ആൾ തന്നെ എത്ര സെർട്ടൈലായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ മഞ്ഞിൽ വിരിഞ്ഞ് പൂവ് അഭിനയിച്ച് കഴിഞ്ഞ് സിനിമ റിലീസിന് മോഹൻലാലിൻ്റെ ആ ഒരു കാലം എന്ന് പറഞ്ഞു, എന്തായാലും മോഹൻലാലിൻ്റെ പ്രതീക്ഷയും അന്ന് ഓർമ്മയുണ്ടോ ആ സമയത്ത്? മോഹൻലാലിൻ്റെ ഒരു രൂപം അങ്ങനെ ആയിരുന്നില്ലല്ലോ. അല്ല, ആയിരുന്നില്ല. ആ സമയത്തൊരു വില്ലൻ രൂപമായിരുന്നല്ലോ. അതിൽ നിന്ന് പതുക്കെ പതുക്കെ അല്ലേ അതിനകത്തൊരു ഗ്ലാമറസ് ആയിട്ട് വില്ലനാവാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് പ്രതീക്ഷ. അല്ല, അവർ കൊടുത്ത ക്യാരക്ടർ അതാണ്. അല്ല, അതല്ല, അപ്പോഴും മോഹൻലാലിന് വില്ലനിലേക്ക് പോകേണ്ടി വരുന്നായിരുന്നു കരുതിയിരുന്നത്, അറിയാതോ? മോഹൻലാൽ വില്ലൻ വേഷം ചെയ്തു. അതിനുശേഷം ഇതെല്ലാം ഭാഗ്യമാണ്. അതിന് ഒരു ക്യാരക്ടർ റോൾസ് കിട്ടി വലുത്. രാജാവിൻ്റെ മകൻ അതിനകത്ത് ഒരു വില്ലൻ പോലെ തന്നെയല്ലേ, എന്നാലും അതിനകത്ത് ഗ്ലാമർ വന്നു. അതെ. പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് ഭാഗ്യത്തിന് കിട്ടി. സാധാരണ സിനിമയിൽ സംഭവിക്കുന്നതല്ല. കാരണം ഒരു കോമഡി വേഷമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ആജീവനാന്തം കോമഡി തന്നെ ആയിരിക്കും. അതെ അതെ. ഒരു പോലീസായിട്ടാണ് തുടങ്ങിയത്, പിന്നെ ജീവിതം മുഴുവൻ പോലീസാണ്. ഈ ജഗദീഷ് ഇന്ദ്രൻസ് ഒക്കെ ഇപ്പോഴാണ് നല്ല ക്യാരക്ടർ ചെയ്തത്. അത് കാലം മാറി. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ക്യാരക്ടർ കിട്ടിയ പിന്നെ അങ്ങനെ ആ സ്റ്റാമ്പ്ഡായി പോകുന്ന. പക്ഷേ ഭാഗ്യത്തിന് മോഹൻലാലിന് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടി. അതിനൊക്കെ അദ്ദേഹം എന്താ പറയുക, കംപ്ലീറ്റ് ആക്ടറാണ്. നമുക്ക് അദ്ദേഹം അന്നത്തെ കാലത്ത് മോഹൻലാൽ ഈ സിനിമ മോഹിച്ച് നടന്നിരുന്ന ആളാണല്ലേ നിങ്ങളുടെ ആ കമ്പനിയിൽ. അതെ. അന്ന് ഈ സിനിമ കഴിഞ്ഞൊരു ഫീലിംഗ് എന്തായിരുന്നു? അദ്ദേഹം സിനിമയിൽ എത്തപ്പെട്ടു വിജയിച്ചു എന്നുള്ള അല്ലാതെ അത്ര വലിയൊരു ആവേശമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ തേടി വന്നു പല ക്യാരക്ടേഴ്സ്. അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് ഇതിങ്ങനെ ചെയ്ത അങ്ങനെയാണെങ്കിൽ ഒന്നുമല്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ക്ലാസിക്കൽ സംഗീതം കൂടുതൽ പഠിച്ച ആളല്ല. എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചി അതിനെക്കാട്ടി പഠിച്ചതാണ്. അപ്പോൾ അതുമല്ല എന്നത്തെ കാര്യം. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചേഞ്ചസ്, പിന്നെ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതൊക്കെ വലിയ വലുതാണ്. ഇപ്പോൾ ഇത് തന്നെ സ്വാമിനാഥ പരിപാലയ, അതിനകത്ത് തന്നെ ആ സ്വരം ഒരൊറ്റ ടേക്കിലാണ് പാടി. ഞാനുണ്ടായിരുന്നു മുരുകേല സുഖിയിൽ. ഞാൻ ആ ഫ്രണ്ടിൽ ഇതുപോലെ ക്യാമറ ഇരിക്കുന്നു, ഞാൻ ഫ്രണ്ടിൽ താഴെ ഇരിക്കുന്നു, മോഹൻലാൽ ഇവിടെ നിന്ന് പാടുന്നു, ഞാൻ അവിടെ ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെ വാഗൊണ്ട് പറഞ്ഞു കൊടുത്തു, കാരണം ഭയങ്കര പ്രയാസമാണ്. സരി ഗമ പനി പപ മരി സരി സരി ഗമ പനി പപ മരി സരി സ മഗമ പനി പ മഗമരി സനി സരി ഗമ പഗമ പസാനി പ മരി രി സനി പസനി പ മനി പ മരി സരി ഗമ പസനി സരി സനി പ മരി രി സനി നി പ മരി സനി സരി സ മഗ പ മനി പസനി രി സമരി സനി പരി സാനി പ മഗ മരി സരി സ്വാമിനാഥ പരിപാലയാശുമ. അവിടെയാണ് കട്ട്, ഒരൊറ്റ ടേക്കാ. സമ്മതിക്കണം. എന്താ പറയുന്നത്, ആർക്ക് പറ്റും? ഹീസ് നോട്ട് എ മ്യൂസിഷ്യൻ. പാട്ടറിയാവുന്നുള്ളേ ഉള്ളൂ, നന്നായിട്ട് പാടും. ഡെഡിക്കേഷൻ ആണല്ലേ മോഹൻലാൽ. അത് ദൈവം കൊടുക്കുന്ന ഒരു കഴിവാണ്, അല്ലാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരൊറ്റ ടേക്കിൽ ആ സീനെടുത്ത് 365 ദിവസം ഓടിയ ആ ചിത്രത്തിൽ ആ ഒരൊറ്റ സ്ഥലം വരുമ്പോൾ 365 ദിവസം തിയേറ്ററിൽ കയ്യടി വീണ സ്ഥലമാണ്. അല്ലെ, മോഹൻലാൽ പിടിവിട്ടങ്ങ് പോകുവാന്ന് പിടികിട്ടിയ സമയം എപ്പോഴാണ്? അതായത് ഇതൊക്കെ കഴിഞ്ഞ് മോഹൻലാൽ പതിയ സിനിമ വരുന്ന പോയി, ഞാനിനി എൻ്റെ നിയന്ത്രണം പോയി, ഞാനങ്ങ് പോകുവാന്ന് തോന്നുന്നൊരു തോന്നലില്ലേ അന്ന്? അത് നിങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? പിന്നെ അതായത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ലാലിൻ്റെ ഒരു സമയമായിട്ടങ്ങ് മാറിയല്ലോ. ലാലിൻ്റെ സമയമായിട്ട് മാറിയിട്ട് ഇപ്പോൾ ലാലും ഞാനുമായിട്ടുള്ള ബന്ധം അന്നും ഇന്നും ഒരുപോലെ തന്നെ. അപ്പോൾ ഒക്കെ ഒരുപാട് പേര് അന്ന് ചോദിക്കുമായിരുന്നു, ലാലിൻ്റെ ഒരു ഡേറ്റ് വാങ്ങിച്ചു തരുമോ? അപ്പോൾ ദശരഥം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു പിന്നെ അമൃതം ഗമയ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു ജെനുവിനല്ലേ. ഒരു ആ കണ്ണുകളിൽ ഉണ്ടാകുന്ന എക്സ്പ്രഷൻസ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ കണ്ണുകൊണ്ടൊരു നോട്ടം നമ്മളെ നോക്കി കഴിഞ്ഞിട്ട് ചിത്രത്തിൽ തന്നെ പറയുന്നില്ലേ, ലാസ്റ്റിലൊറ്റ വേർഡ്, എന്നെ കൊല്ലാതിരിക്കാമോ. അതിപ്പോഴും ആ ഒരു പ്രസൻറ്റേഷൻ വോയിസ് ഇതും ആ നോട്ടവും കണ്ണും അതൊക്കെ ഭയങ്കര ജീനിയസാണ്. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഓരോ കാലഘട്ടത്തിൽ ഇപ്പം ദാസേട്ടനൊക്കെ ഉണ്ടായിരുന്ന ദാസേട്ടനുള്ള കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു ഭാഗ്യം. എന്ന് പറയുന്ന പോലെ മോഹൻലാലും മമ്മൂക്ക അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഈ സമയത്ത് ഇളയരാജ സാർ, AR റഹ്മാനൊക്കെ ഉള്ളപ്പം നമുക്ക് ജീവിക്കാൻ സാധിച്ചത്, അവരുടെ കൂട്ടത്തിൽ അവരുടെ പാട്ട് കേൾക്കാനും പാടാനും ഒക്കെ സാധിച്ചത്
വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതി. ഈ ഗോവയിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുന്നത് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമയുണ്ട് ബെറോസ്. ആ സമയത്ത് ഞാൻ ഗോവയിൽ പോയിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ സമീർ ഹംസയെ വിളിച്ചു. അന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം ഷൂട്ടിൻ്റെ ഇടയിൽ എൻ്റെ കൂടെ കുറേ പേരുണ്ട്. ആ പുള്ളി ഇരുന്ന് വർത്താനം പറഞ്ഞ് മാത്രമല്ല, അന്നൊരു എൻ്റെ അനിയൻ്റെ ഭാര്യ ഒരു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുവാണ്. നോക്കിയിട്ട് വന്നിരിക്കാൻ പറഞ്ഞ് അവിടെ ഇരുന്ന് ഇരുത്തി. ആ ഒരു കെയറും കൺസിഡറേഷനുമായി അതിൻ്റെ ഇടയിൽ ആ ഒരു ഇടവേളയിൽ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. പക്ഷെ വേഷത്തിലായ കാരണം പടം എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഷൂട്ടിങ്ങിൻ്റെ വേഷത്തിലായിരുന്നു. അല്ല, അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വെളിയിൽ ആരും അറിയത്തില്ല, ആരും പറയത്തില്ല. പക്ഷേ ഈ സിനിമയിലുള്ള നമ്മുടെ സിനിമയിൽ ഇപ്പം നിർണ്ണയിക്കുന്ന അവരുടെ ഒരു രാഷ്ട്രീയമാണെന്ന് തോന്നുന്നില്ല ശ്രീകുട്ടൻ്റേത്. അല്ല, എനിക്ക് പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ എല്ലാവരും ഓരോരുത്തരും പറയുന്നത്, ചിലർ പറയുന്നത് ഞാൻ BJP ആണ്, ചിലർ പറയുന്നത് ഞാൻ UDF ആണ്, ചിലർ പറയുന്നത് ഞാൻ LDF ആണെന്ന്. ഇപ്പം എനിക്ക് തന്നെ സംശയം ഞാൻ ആരാണെന്ന്. ആ ഒരു സിറ്റുവേഷനിലാണ്. കാരണം ഞാൻ എല്ലാവർക്കും വേണ്ടിയും പാടിയിട്ടുണ്ട്. കാരണം കൊച്ചിയിലെ ഞാൻ കാണുന്ന എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കുമ്പോൾ ഇല തൂക്കുന്നത് വയലാർ രവി സാറാണ്. അങ്ങനെയുള്ള ഒരുപാട് പേര്, ഉമ്മൻചാണ്ടി സാർ, അവരൊക്കെ ആയിരുന്നു എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാർ. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S കുമാർ, നമ്മുടെ PP മുകുന്ദൻ അവരൊക്കെ വീട്ടിൽ വരുന്നു. ബാക്കി ആഹാരം അവിടെ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു തുറന്ന പുസ്തകമാണ്. അവിടെ അവർ ആഹാരമൊക്കെ വെച്ചിട്ടുണ്ട്, ആർക്കും വേണേൽ വന്ന് കഴിയും. അത് കഴിഞ്ഞ് വിജയകുമാർ സാറ് നമ്മൾ കല്യാണം വിളിക്കാൻ വേണ്ടി ആകെപ്പാടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സാറാണ്. ശരി. പിണറായി സാറും വൈഫും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. മകൻ്റെ മകളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എല്ലാവരുമായിട്ടും ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്കൊരു പാർട്ടിയോ ഒന്നുമില്ല. മനസ്സിൽ ചിലപ്പോൾ ഒരു പാർട്ടിയാണ്, പക്ഷേ എങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്. അവരേത് പാർട്ടിയാണെന്ന് ഞാൻ നോക്കാറില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോടൊപ്പം ആയിരിക്കും. പിന്നെ എല്ലാ പാർട്ടികൾക്കും എനിക്ക് ചെയ്തു കൊടുക്കാൻ വരുന്ന ഒരൊറ്റ കാര്യമുണ്ട്, ഇലക്ഷൻ വരുമ്പോൾ ഒരു പാട്ട്. അത് രാഷ്ട്രീയ നോക്കത്തിൽ ആരാണെങ്കിലും കൊടുക്കും. ഞാനിപ്പം UDFന് വേണ്ടി പാടി, LDFന് വേണ്ടി പാടി, കുമ്മനം സാറിന് വേണ്ടി പാടി, നമ്മുടെ സഖാവ് രാജീവ് ഉണ്ടല്ലോ, കളമശ്ശേരിക്കു കാവലായി കർമ്മധീരനാം പീരാജി പാടിക്കൊടുത്തു. അന്ന് രാത്രി 11 മണിക്ക് എന്നെ വിളിച്ച് സന്തോഷം പറഞ്ഞു. അതിന് കുമ്മനം സാറിന് വേണ്ടി പാടി. ഒന്നും വേണ്ട, PC ജോർജ് അദ്ദേഹത്തിന് വേണ്ടി പാടി. ജോർജ് ആ പാട്ടോ? അല്ല, അടിപ്പൂക്കുറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്. അതെന്താ എല്ലാവർക്കും വേണ്ടി വേണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ജോലിയാണത്. എൻ്റെ ജോലിയാണ് പാട്ട്. ആ പാട്ട് ആരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാടും. പക്ഷെ ഒരു കാര്യം പോലും അവരാരും എനിക്ക് ചെയ്തു തന്നിട്ടില്ല, ചോദിക്കുന്നുമില്ല, ആവശ്യമില്ല. എനിക്ക് വേണ്ട. ഈ സംഗീത അക്കാദമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടു. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ഞാൻ അന്ന് പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. കാരണം അവർ എന്തോ സെനറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, എന്തോ ഒരു ഇവരെല്ലാം കൂടെ കൂടുന്ന എന്താ അവരുടെ സെക്രട്ടേറിയറ്റ് അങ്ങനെ എന്തോ ഒരു സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് രഞ്ജിത്തിന് പിന്നെ സംഗീത നാടക അക്കാദമി ചെയർമാൻ ഞാനും ആക്കി. സന്തോഷം തോന്നി. അപ്പോൾ പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഓർഡർ വരുന്നില്ല. 3 മാസമായി. അപ്പോഴത്തേക്ക് എന്നെ ആദ്യം വിളിച്ച് പറഞ്ഞു P രാജീവാണ്. സന്തോഷം. പിന്നെ കൊടിയേരി ബാലേട്ടൻ വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, വിജയൻ സാറിൻ്റെ. സന്തോഷം. അപ്പോൾ എനിക്ക് തോന്നിയ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം ചെയ്താലും, കുറേ പാട്ടൊക്കെ പാടി, എല്ലാവർക്കും ഇഷ്ടമാണ്, കുറേ പൈസ സമ്പാദിച്ചു, ഇതൊക്കെ ചെയ്താലും ഒരു 10 പേർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്ക് അവിടെ കിട്ടിയിരുന്നെങ്കിൽ. കാരണം അവിടെ ഇഷ്ടം പോലെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരുപാട് മാർഗങ്ങൾ എൻ്റെ ഐഡിയാസിലുണ്ട്. അത് വെച്ചിട്ട് സംഗീതക്കാർക്കും നാടകക്കാർക്കും, ഇപ്പം നാടകത്തിന് മാത്രമാണ് അവിടെ ഒരു പ്രോമിനൻസ് ഉള്ളത്. സംഗീത നാടക അക്കാദമി എന്ന് പറഞ്ഞാൽ നാടകത്തിന് മാത്രമേ ഒരു പ്രോമിനൻസ് ഉള്ളൂ. എന്നിട്ട് അവിടെയുള്ള കുറച്ചൊരു ഗ്രൂപ്പുണ്ട്, അവർ മാത്രം വെച്ചിട്ട് അങ്ങ് പോവാണ്. പക്ഷെ അതിനെ കമ്പ്യൂട്ടറൈസ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വളർന്നു വരാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് മാറാം. ഇഷ്ടംപോലെ സ്ഥലവും ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ കൊടിയേരി സാറിനെ വിളിച്ചിട്ട് പറയട്ടാ, ഇത് എനിക്കെന്താ തരാത്തത്, ഇതിങ്ങനെ പറഞ്ഞ് നാണക്കേടായില്ല. കാരണം ഇതെല്ലാം അല്ല, അത് ശ്രീകുട്ടൻ BJP ആണെന്നാണ് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഓഹോ സന്തോഷം. പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കതിനകത്ത് ഒരു വിരോധമില്ല ഇപ്പോഴും. കാരണം എന്താണെന്ന് പറയട്ടെ, അതൊരു പക്ഷേ ഞാൻ ഏറ്റെടുത്തിരുന്നെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് നിർവഹിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഈ 2 ചാനൽ, അമൃതയും ഫ്ലവേഴ്സും, പിന്നെ ഈ ഗാനമേള, പിന്നെ ഒരുപാട് റെക്കോർഡിങ്സ് ഉണ്ട് എനിക്ക്, ഈ ഭക്തിഗാനങ്ങളും സിനിമയുടെ. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് ഒരു കൂറ് പാലിക്കാതിരിക്കുന്ന കാര്യം ശരിയല്ലല്ലോ. അതുകൊണ്ട് നന്നായി എന്ന് ഞാൻ വിചാരിക്കും. എല്ലാം നല്ലതിന്. എങ്കിൽ പോലും ആ സമയത്ത് വലിയ ചർച്ചയായിരുന്നു BJP ആണെന്ന്. BJP അല്ല. ഞാൻ എന്തിനാ BJP ആവുന്നത്? അങ്ങനെയാണെങ്കിൽ BJP ആണെങ്കിൽ എനിക്കൊരു പത്മശ്രീ കിട്ടും. അതെ കിട്ടിയില്ല. ഞാനൊക്കെ ഓർത്ത് വയസ്സ് 66 ഇതുവരെ പത്മശ്രീ കിട്ടിയില്ല. ഒന്നും വേണ്ട. എന്നെ ഈ സംഗീത അക്കാദമി അവിടുത്തെ ഒരു ഇപ്പം ശരത്ചന്ദ്ര വർമ്മ അവിടുത്തെ എന്താണ് അക്കാദമി ഉണ്ടല്ലോ, എന്തോ സെൻട്രൽ നാടക അക്കാദമി, അതിൻ്റെ മെമ്പറാണ്. എന്നെ ഒരു മെമ്പർ ആയിക്കൂടെ? അവരെന്തെങ്കിലും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. UDF എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. LDF എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് വേണ്ട. എല്ലാവരും എന്നെ സ്നേഹിച്ചാൽ മതി, അത് മാത്രമേ ഉപദ്രവിക്കാതിരുന്നാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. അല്ലേ? ഇത് പറയുന്നത് ഗുണമായി. ലേഖയ്ക്ക് ഗുണമായി. ഇല്ല, ഈ ഇത്രയും വലിയ ഇപ്പൊ ഈ കുറിയൊക്കെ ഇങ്ങനെ കൊട്ടു നിൽക്കുന്ന വലിയ അപകടം ഇന്നത്തെ കാലത്ത് സംഗീ എന്നുള്ള പേര് വരും. കുഴപ്പമില്ല, വിശ്വാസമാണ്. അമ്പലസംഗി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എമ്മുകുന്ദം പണ്ട് പറഞ്ഞത് കുറി തൊട്ടനെ കാണുമ്പോൾ എനിക്ക് പേടിയാന്നാ ഒരു എഴുത്തുകാരൻ എമ്മുകുന്ദം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് വലിയ അപകടമാണ്. അതല്ലേ അവര് പാട്ട്, കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. ഞങ്ങൾ അതിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴത്തെ വിവാദങ്ങളിലൊന്നും അതുകൊണ്ട് തന്നെ കമന്റ് പറയുന്നില്ല അല്ലേ? ഒന്നുമില്ല. എന്ത് വിവാദം? ഞങ്ങൾ വിവാദം കേൾക്കാറുമില്ല. അത് കേട്ടിട്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് യാതൊരു കമൻറ്റും ഇല്ല. ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ഭക്ത എന്ന നിലയിൽ ചോദിക്കുന്ന ലേഖയോട്, ഈ അയോധ്യയിൽ ക്ഷേത്രം വന്നതിൽ സന്തുഷ്ടയാണോ? അയോധ്യയിൽ ക്ഷേത്രം വന്നതിനെ കുറിച്ചൊന്നും എനിക്കൊന്നും അറിയാം. ഞാൻ സത്യമായിട്ട് ഓണസ്റ്റ്ലി ഞാൻ പറയാണ്, എനിക്ക് അതിലൊന്നും ഒരു അഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഞാൻ ശ്രീരാമനെ ഭജിക്കുന്ന ഒരാളാണ്. കാരണം വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഒരാളാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളും താഴെയുണ്ട്. അമേരിക്കയിലെ ജീവിതം വിട്ട് ഇങ്ങോട്ട് വന്നല്ലോ, കോപ്പി ചെയ്യാൻ പ്രയാസമായില്ലേ? ആദ്യം എനിക്ക് കോപ്പിങ് അല്ല, ആൾക്കാർക്ക് എന്നെയും മനസ്സിലായില്ല, എനിക്ക് അവരെയും മനസ്സിലായില്ല. ഒരുപാട് ഗോസിപ്പുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പം നമുക്കത് ചെറുത്ത് നിൽക്കാൻ നമുക്കറിയാം. കാരണം മൈൻഡ് ഇല്ല. നിങ്ങൾ വിവാഹം കഴിച്ചും അല്ലാതെ 10-20 വർഷം 20-25 കൊല്ലം ആയിരിക്കുന്നു. എന്നിട്ടും ആളുകൾ ഇങ്ങനെ അല്ല 20 ഒഫീഷ്യലി 24 വർഷം ഒഫീഷ്യലി 2000-ലാണ് നമ്മള് രജിസ്റ്റർ 34 വർഷം. ഈ 34 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആളുകൾ ഗോസിപ്പ് പറയുമ്പോൾ വിഷമം വരത്തില്ല? ഇല്ല, അതാണ് പറഞ്ഞത്. നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ ഇപ്പോഴും ലൈവ് ഫോട്ടോ ഇട്ടെന്നിരുന്നോട്ടെ, നമ്മളൊരു ഫോട്ടോ ഇട്ടു, എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടു. അപ്പം ഉടനെ ആദ്യം എഴുതും MGയും ലേഖയും ലണ്ടനിൽ. അത് ആദ്യം നല്ല രീതിയിൽ MGയും ലേഖയും ലണ്ടനിൽ പോയി അവരവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഇവർ പണ്ട് 14 വർഷം ലിവിങ് ടു. പിന്നെ ചരിത്രം ഒന്നുകൂടെ. പിന്നെ ബക്കിംഗ്ഹാം പാലസിന്റെ ഫ്രണ്ടിൽ നിന്ന് MGയുടെ പുതിയ വീട് കണ്ടോ? എന്ത് അബദ്ധങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ എന്തോ തോന്നുന്നു. അമേരിക്കയിൽ ദീർഘകാലം ജീവിച്ച ആളെന്നല്ല ഞാൻ പറഞ്ഞ, കുറച്ചുകൂടി ഒരു നഗരവാസിയാണ് ലേഖ. ഇദ്ദേഹം കുറച്ചുകൂടെ നാട്ടിൻപുറത്തെ. ആദ്യം അതാണ് പറയുന്നത്, ആദ്യമൊക്കെ വളരെ പേഴ്സണലി ഞാൻ എടുക്കുമായിരുന്നു. ഭയങ്കര വിഷമമൊക്കെ. കാരണം എൻ്റെ മോളും എല്ലാമായിട്ട് കണക്ട് ചെയ്യും. എനിക്ക് ഏറ്റവും നമുക്ക് ടച്ച് ചെയ്യുന്ന നമ്മുടെ മകളെ എന്തെങ്കിലും പറയുമ്പോഴേ. അപ്പം അങ്ങനെയൊക്കെ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം അതും ഇല്ല കേട്ടോ. കാരണം നമ്മൾ കുറച്ചുകൂടെ ഏജ്ഡ് ആയതുകൊണ്ടോ നമ്മൾ കൂടുതൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഒരു കുഴപ്പമില്ല. എന്ത് വേണമെങ്കിൽ എഴുതിക്കോട്ടെ. ഈ കഥകളൊക്കെ മോൾ എന്നാ പറയായിരുന്നു? അവളും ചിരിക്കും. അവളും അവളുടെ ഭർത്താവും അവളുടെ അവരൊന്നും ഇതൊന്നും നോക്കുന്നതേ അവരൊക്കെ വേറെ ലൈഫാണ്. അത് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ കുറച്ച് ജോലികളുണ്ട്. കാലത്താകുമ്പോൾ പോകുമ്പോൾ ഈ മലയാളം
ചാനലുകൾ തന്നെ നോക്കുന്നില്ല. കാരണം അവള് ജനിച്ചു വളർന്ന കുട്ടിയാണ് അവിടെ. അവിടുത്തെ അന്ന് ഈ തിരിച്ച് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരുന്നു ലക്ഷ്യം? അന്ന് പെട്ടെന്ന് കുഞ്ഞൊക്കെ അവിടെ നിന്ന് ഒരു ലക്ഷ്യമില്ല ജീവിതത്തിൽ, അങ്ങനെ അമ്മ ചിന്തിച്ചിട്ടേ അപ്പനോട് ഇല്ല. ഉള്ളതുകൊണ്ട് വന്നതാണ്. അല്ല, ഇവിടെ താമസിക്കാൻ നമ്മുടെ നാട്ടിൽ തിരിച്ച് താമസിക്കാൻ പ്ലാനിട്ട് വന്നതാണ്. അതെ പിന്നെ തീർച്ചയായിട്ടും 100%. അപ്പോഴാണ് ശ്രീകുട്ടനെ കാണുന്നതും വേറൊരു ലൈഫിലോട്ട് ടേൺ ഓവർ ആവും. ആ ഡിസിഷൻ എങ്ങനെ എടുത്തു? ഒരുമിച്ച് താമസിക്കാനുള്ള ഡിസിഷൻ ഇച്ചിരി ടഫായിരുന്നില്ലേ? എനിക്ക് ടഫായിരുന്നു ചോദിച്ചാൽ ടഫായിരുന്നില്ല. ആ കൂടെ ഒരു പ്രശ്നരഹിതമായിരുന്നു എൻ്റെ ലൈഫ്. ആ കൂടെ എല്ലാ സൈഡിൽ നിന്ന് എനിക്കൊരു കുഞ്ഞുമുണ്ട്. എല്ലായിടത്തും ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ശ്രീകുട്ടനായിരുന്നു എൻ്റെ ഓൾ ഇൻ ഓൾ എല്ലാത്തിലും. വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നോ? ഉണ്ട്, ഡെഫിനറ്റ്ലി എതിർപ്പൊക്കെ ഉണ്ടാകുമല്ലോ. പിന്നെ അമ്മയ്ക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റി. കാരണം ശ്രീകുട്ടൻ എൻ്റെ കൂടെ കാണും, ആ ഒരു വിശ്വാസം എനിക്കുണ്ടായി. കാരണം ലൈഫ് ലോങ് എൻ്റെ കൂടെ കാണുന്നു. ആ വിശ്വാസത്തിലാണ് ഇപ്പോഴും. എൻ്റെ ഓക്സിജനാണ്, അത്രയേ ഉള്ളൂ. ഞാൻ ശ്വസിക്കുന്ന പോലെയാണ് ശ്രീകുട്ടൻ. ഈ ശ്രീകുട്ടനെ പോലെ ഒരു ആളുടെ കൂടെ അത്രയും പ്രശസ്തനാണ്, പാട്ടുകാരനാണ്, സിനിമയിലുണ്ട്. എന്തുകൊണ്ടാണ് ഒരവസരം എന്തെങ്കിലും ഒരു മേഖലയിൽ ശ്രദ്ധ നേടാൻ വേണ്ടി ശ്രമിക്കാത്തത്? ഒരുപാട് പേര് എന്നെ വിളിച്ചു, ആക്ടിങ്ങിൽ തന്നെ, സിനിമയിൽ തന്നെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്. ശ്രീകുട്ടനെ അറിയാം, പേര് പറയുന്നില്ല. എൻ്റെ കോവിഡായിരുന്ന ആ കാലഘട്ടങ്ങളിലും എന്നെ വിളിച്ചിട്ടുണ്ട് അഭിനയിക്കാൻ. പക്ഷെ വേണ്ടെന്ന് വെച്ചതാണ്. അതിൻ്റെ ആവശ്യമില്ല, വേണ്ട. ഞാൻ ഫുള്ളി ഐ ആം സാറ്റിസ്ഫൈഡ്. എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ് എന്ന് ചിന്തിക്കുന്നതാണ്. എനിക്ക് കൂടുതൽ പ്രശസ്തിയാണ് അതേ ഉണ്ടല്ലോ. അതിനെല്ലാം ശ്രീകുട്ടൻ എന്തിനാണ് നമ്മളത് ഇനി ഒരു ലൈഫിലോട്ടായിട്ട് പോകേണ്ടിട്ട്. ഇവിടെ തന്നെ സെറ്റിലായി, ഇവിടെ തന്നെ അമേരിക്കയ്ക്ക് പോകണമെന്നും പ്ലാനൊന്നുമില്ല? ഇല്ല, അമേരിക്കയിൽ ഇനി അല്ല, അതല്ലേ സെറ്റിൽ കേരളത്തിൽ സെറ്റിലാവും. പക്ഷെ അറിഞ്ഞൂടെ വീടൊന്നും. ചിലപ്പോൾ തോന്നും അങ്ങ് പോയാലോ എന്ന് തോന്നും. പക്ഷേ പിന്നെ തോന്നും എന്തിന്. അങ്ങനെ ഒരു രണ്ട് മൈൻഡ് വരാറുണ്ട് ചില സമയത്ത്. അറിയില്ല, ഞാൻ എൻ്റെ പേഴ്സണൽ അഡ്വൈസ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു ലൈഫുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ കിട്ടുന്ന ഒരു പേഴ്സണൽ ലിബർട്ടി, സത്യം നമുക്ക് ഓരോരുത്തരും കിട്ടൂല. ഇവിടെ അവിടെ ഒക്കെ ഓവർ സ്ട്രെസ്. നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫ്രീഡവും, എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഫ്രീഡവും, ഈ കൊതുക് കടി കൊള്ളുന്നതിനുണ്ടൊരു സുഖം ഇല്ലേ, അതിനുകൊണ്ടൊരു സുഖം. അത് ഒരു സുഖം. ഞാൻ വൈകുന്നേരം കൃഷി ചെയ്യുന്ന ആളാണ് എല്ലാ ദിവസവും. എനിക്ക് അവിടെ പോയി കൊതുക് കെട്ടിയും കൊണ്ട് വേർത്തൊലിച്ച് വന്ന് അവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അതൊരു സുഖമുണ്ടല്ലോ. അത് നമ്മൾ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കിട്ടത്തില്ല. ഇതെല്ലാം കാലം മാറും. ഇപ്പൊ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇപ്പൊ കപ്പയും ചക്കയൊക്കെ വിളമ്പാൻ തുടങ്ങിയില്ലേ? ഇല്ല, അവിടെ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കും, തിരിച്ചു വരും. അങ്ങനെ അപ്പൊ പിന്നെ മക്കളെല്ലാം സെറ്റിലായി. പിന്നെ വേറെ പ്രശ്നം ഒന്നും അറിയില്ല ലൈഫ് എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ളത്. ഞാൻ ഇവിടുത്തെ പറയാറുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും ഒരു ബൊട്ടീക്കോ എന്തെങ്കിലും കുറച്ചുകൂടെ എൻഗേജ് ആവാൻ വേണ്ടിയാണ്. എൻ്റെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ അത് ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന ഈ സ്കൂളിന്റെയും മറ്റും അത് മാനേജ് ചെയ്യുന്നതും അക്കൗണ്ട്സും ഒക്കെ ചെയ്യണം. അങ്ങനെ നിങ്ങൾ എൻഗേജ് ഇരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇതിന് ആപ്പ് ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് സൂപ്പർവിഷൻ മാത്രം മതി. പിന്നെ ഇതിന്റെ മേളിലൊരു ബൊട്ടിക്ക് തുടങ്ങിയാൽ ചെയ്യാവുന്നത് ഓൺലൈനായിട്ട്. MG ശ്രീകുമാറിന്റെ വൈഫിന്റെ ലേഖാ ശ്രീകുമാർ ഒരു യൂട്യൂബ് ഒക്കെ തുടങ്ങിയില്ല. എന്നിട്ട് അല്ലെ പിന്നെ ഒത്തിരി അങ്ങ് യാത്രകളായി ഇൻ ബിറ്റ്വീൻ. അതുകൊണ്ട് പതുക്കെ അതൊക്കെ നിർത്തി വെച്ച് കഴിഞ്ഞ് തുടങ്ങണം. എനിക്കെപ്പോഴും അതിശയം തോന്നുന്നത് എന്താണെന്നറിയും, എവിടെ ചെന്ന് കഴിഞ്ഞാലും 2-3 പേര് വന്നിട്ട് ഇവിടെ എന്നോ ചെയ്തതാണ്, ഞങ്ങൾ യൂട്യൂബൊക്കെ കാണാറുണ്ട് കേട്ടോ, കൊള്ളാമെന്ന്. ഇത് നിർത്തിയിട്ട് ഇപ്പം 3 വർഷമായി. 1.5 വർഷം. ഞാൻ വിചാരിച്ചു കോവിഡിന് 1.5 വർഷം അല്ല, കോവിഡിന്റെ സമയത്താണ് തുടങ്ങിയത്. അപ്പോഴാണ് ലൈവായി. കോവിഡ് സമയത്ത് തുടങ്ങിയത് പകുതിയായിട്ട് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട്, കാരണം ലോഡ് ഓഫ് പറഞ്ഞ ശ്രീകുട്ടനുമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രം മതിയല്ലോ. ഞാൻ ഇനി നാളെ മുതൽ ഞാൻ ശ്രീകുട്ടന് ഷൂട്ടൊന്നുമില്ല, നമ്മൾ എവിടെയെങ്കിലും പോകും. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ബിസിയായി മാറും. അപ്പൊ അത് ഷൂട്ട് ചെയ്യും. അതാണ് ഞങ്ങൾ മിക്കവാറും ആലോചിക്കാറുണ്ട്, നമുക്കിനി പോകുന്ന സ്ഥലത്തല്ല ഒരാളെയും കൊടുക്കുന്നു. വേണ്ട, നിങ്ങൾ ഈ ഇതിന്റെ അകത്ത് ഇപ്പം സുജിത് ഭക്തൻ വെരി ഫേമസ്, അവന്റെ മില്യൻസ് ആണ് കാണുന്നത്. അവൻ തന്നെയല്ലേ അവന്റെ ഭാര്യയും പിള്ളേരെയും കൊണ്ടുവന്ന് ഓടിച്ചിട്ട് അവന് മറ്റേന്തോ ഇതിന്റെ പേരെന്നാ ഈ സാധനം പിടിച്ചിട്ടാ ചെയ്യുന്നത്. മതി, നല്ല മൊബൈൽ ഫോൺ, ഐഫോൺ ഉണ്ടല്ലോ, ഐഫോൺ ഈ സാധനം കണക്ട് ചെയ്ത് എന്നെ ഗംഭീര സാധനം കിട്ടും. അത് മതി. ജനങ്ങൾക്ക് ഈ ഹൈ ക്വാളിറ്റി വിഷ്വൽസ് ഒന്നും വേണ്ട, അത് TV കാണിക്കുമ്പോഴാണ്. യൂട്യൂബ് ചെയ്യുമ്പോൾ ഇത് മതി. പക്ഷെ ഒരുപാട് ചവറ് വേണ്ട ഇറങ്ങുന്നുണ്ട് യൂട്യൂബില്. അല്ല, അവിടെയാണ് നല്ലതിന്റെ പ്രസക്തി.
കുറച്ച് ചെയ്ത് എഡിറ്റ് ചെയ്ത് കുറച്ച് ഭംഗി എഡിറ്റിങ് ശ്രദ്ധിക്കണം. ആ എഡിറ്റ് എഡിറ്റ് ശ്രദ്ധിച്ചാൽ മതി. ലേഖയ്ക്ക് വേണ്ടി ഒരു വരി പാടിക്കും. ലേഖയ്ക്ക് വേണ്ടി പാടിയിട്ടുള്ള ഏത് പാട്? എത്ര പാട്ടുണ്ട്? എല്ലാം നിനക്ക് വേണ്ടിയല്ലേ പാടുമ്പോ ലേഖയുടെ ഓർമ്മ വരുന്നത്. അങ്ങനെ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. സന്തോഷമായി അല്ലേ? ഇന്നത്തെ ദിവസം ധന്യമായി. ഈ ദേശീയ അവാർഡ്, സംസ്ഥാന അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു കിട്ടുന്നത്, ദേശീയ അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ആ ആദ്യത്തെ ദേശീയ അവാർഡിന്റെ പ്രഖ്യാപനം എങ്ങനെ ഓർക്കുന്നു? ആ ദിവസം ഒന്ന് പറഞ്ഞു. ഉണ്ട്. കാരണം വെച്ചാൽ നാദരൂപിണി എന്നുള്ള ഗാനത്തിനാണ്. അപ്പം ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പം എൻ്റെ ചേട്ടനും അന്ന് ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് ട്രിവാൻഡ്രത്ത് ആ മേടയിൽ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ ഒരു ലാസ്റ്റിലൊരു മുറിയിലാണ് കിടന്ന് ഉറങ്ങുന്നത്. അപ്പം കാലത്തായപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ്റെ മോനുണ്ട്, MR രാജകൃഷ്ണൻ. അവനിപ്പം നാഷണൽ അവാർഡൊക്കെ കിട്ടിയ സൗണ്ടിൻ്റെ അവൻ വന്നിട്ട് ചിറ്റപ്പ ചിറ്റപ്പ ചിറ്റപ്പ. ഞാൻ ഉടനെ പതുക്കെ പറഞ്ഞു, എടാ പോടാ, ഞാൻ ഉറങ്ങ് ചിറ്റപ്പ ചിറ്റപ്പ എണീരേണ്ടി. ഞാൻ പറഞ്ഞു, ഇന്നേക്ക് നീ അടി തരുമെന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ പതുക്കെ പറയുന്നുണ്ട്, എന്നെ ഉണർത്തരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ നാഷണൽ അവാർഡ് ചിറ്റപ്പ. ഞാൻ പറഞ്ഞു, എന്ത് ഇങ്ങനെ പെട്ടെന്ന് നാഷണൽ അവാർഡ് പെട്ടെന്ന് ഞാൻ ചാടിയുണ്ട്. എന്തുകൊണ്ടാ നാഷണൽ അവാർഡ്? പിന്നെ ആര് പറഞ്ഞു? അന്ന് മറ്റേ മൊബൈലില്ല, ഞങ്ങളുടെ 6332 എന്ന് പറഞ്ഞിട്ട് ഈ ലാൻഡ് ഫോണുണ്ട്. ലാൻഡ് ഫോണിൽ ഡൽഹിയിൽ നിന്ന് ആരോ വിളിച്ച് പറഞ്ഞു എനിക്ക് നാഷണൽ അവാർഡ് ഉണ്ടെന്ന്. ഡിക്ലെയർ ചെയ്തതിന് മുമ്പ് ആരോ. അത് കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഭാവചിത്ര എന്ന ഫിലിംസിൻ്റെ ജയകുമാർ, പുള്ളിയാണ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു എന്നറിഞ്ഞത്. എവിടെ വിളിച്ചു ചോദിക്കാൻ? മാതൃഭൂമി വിളിച്ചു നോക്കി, മനോരമയെ നോക്കി, ആർക്കും അറിയത്തില്ല. ഒരു ദിവസം, അതായത് അന്നത്തെ ദിവസം അതിൻ്റെ അടുത്ത ദിവസം ഞാൻ തീ തിന്നു. കാരണം ഉണ്ടോ ഇല്ലയോ ഇതാരെ വിളിച്ചതും അറിയത്തില്ല. ഭാവചിത്ര ജയകുമാർ അങ്ങേരെ ഡൽഹിയിൽ നിന്ന് ട്രങ്കാട് വിളിച്ചതാണ്. അപ്പം ഡൽഹിയിൽ ആരെ വിളിക്കണം, ആരെയും നമുക്ക് പരിചയമില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് അപ്പം കൂടെ മനോരമയെന്ന് വിളിച്ചിട്ട് നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണം, അങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു വരട്ടെ, അറിയട്ടെ എന്ന്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ ന്യൂസിൽ ഇതുപോലെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് ഫീമെയിൽ ലതാജിയായിരുന്നു. അതൊരു മഹാഭാഗ്യമല്ലേ ഈ ഒരുമിച്ച് മേടിക്കുമ്പോൾ അടുത്തടുത്തിരിക്കാൻ പറ്റും. അങ്ങനെ ഈ എഴുത്തുകാർ, പാട്ടുകാർ, പിന്നെ അങ്ങനെ പോകും. ആ രീതിയിലാണ് ഇരുത്തുന്നത്. അപ്പോൾ അന്ന് അത് പ്രഖ്യാപിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞെട്ടിപ്പോയി, ഉറങ്ങാൻ പറ്റിയില്ല. അയ്യോ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതിനുശേഷമാണ് പിന്നെ അല്ലാതെ വാങ്ങാൻ പോയപ്പം ലതാജിയുമായിട്ട് സംസാരിച്ചപ്പം കാരണം എന്നെ അറിഞ്ഞൂടാ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്തി, ഞാൻ ഇങ്ങനെ സൗത്തിൽ നിന്നാണ്. അപ്പം പറഞ്ഞു വെരി ഗുഡ്. അതിനുശേഷം പിന്നെ ഞാൻ കണ്ടു. കാരണം ബോംബെയിൽ പാടാൻ പോയപ്പോഴത്തേക്ക് കണ്ടു. അത് പക്ഷേ ഒരു ഭയങ്കര സർപ്രൈസ് അല്ല ആ സമയത്ത്? ഒരു സ്വാധീനമില്ല, ഒന്നുമില്ല, ഫോൺ പോലും ഇല്ല. അത് ഒരു മൊത്തത്തിൽ പ്രതികരണം എങ്ങനെയായിരുന്നു സിനിമാ ഫീൽഡിലെ? സിനിമ അന്ന് ഒരു സത്യം പറയട്ടെ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ഈ അവാർഡിൻ്റെ ഇത്. അന്നും നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല, സ്ട്രിക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ലൂസായി. കാരണം ശുപാർശകൾ കണ്ടമാനം പോയിട്ടുള്ള ഇതായി. പിന്നെ അതിനുശേഷം എനിക്ക് ഒരു പ്രാവശ്യം കിട്ടി, മറ്റേ വാസന്തിയും ലക്ഷ്മിയും, പിന്നെ അതിനും ഒരു പ്രാവശ്യം കിട്ടിയായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ആ ഒരു പാട്ടെന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. അല്ല, ഉള്ള സത്യം പറയണമല്ലോ. കാരണം എല്ലാം ഞാൻ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. അതിപ്പം നാദരൂപിണി ശങ്കരി പാഹിമാം ആ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതൊക്കെ വലിയ പ്രയാസമാണ് പാടാൻ. അതിന് കിട്ടിയതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ചാന്ത് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കണ്ടാൽ പൂതി പെരുകണ മനസ്സിൽ, ആ ഒരു പാട്ട് എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്? ഞാനായിട്ടും ശുപാർശയ്ക്കും പോയിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ കിട്ടിയതിനെ ഞാൻ വാങ്ങിച്ചു വെച്ചു. പ്രതീക്ഷിച്ച പാട്ട് പോലെ ഉണ്ട്, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത്? സ്റ്റേറ്റ് അവാർഡിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പാട്ടുണ്ട്. അതിൽ ഒരു പാട്ടാണ് സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം. ആ സമയത്ത് എൻ്റെ പാടിയാണ് കൺഫ്യൂഷൻ തീർക്കണമേ. അങ്ങനെ കുറേ പാട്ടുകളുണ്ടായിരുന്നു, നല്ല പാട്ടുകളുണ്ടായിരുന്നു ആ സമയത്ത്.
പക്ഷെ കിട്ടിയില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, അവാർഡ് എന്ന് പറയുന്നത് ഇത് ഓരോരുത്തരുടെ തോന്നലിൽ വരുന്നതാണല്ലോ. അതൊരു കമ്മിറ്റി ഇരിക്കും. പക്ഷെ അവാർഡിനെക്കാട്ടിലെല്ലാം ഉപരി നമ്മുടെ പൊതുജനമാണ്. അവരാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ കയ്യടി, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ പാടാൻ പോകാറുണ്ടെന്ന് അമ്പലത്തിൽ? ഉണ്ട്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഉള്ള ആരവും, അത് കഴിഞ്ഞ് ഓരോ പാട്ട് കഴിയുമ്പോഴും അവർ എണ്ണീച്ചെന്ന് കൈയടിക്കുകയും, പിന്നെ ഞാൻ ഏതെങ്കിലുമൊക്കെ അടിപൊളി പാട്ടുകൾ 14 രാവിൻ്റെ അപ്പം മൊത്തം ആൾക്കാർ ഇരുന്ന് ഡാൻസ് ചെയ്യും. പിന്നെ ലാസ്റ്റിലത്തെ പാട്ട് ഓഡിയൻസ് മുഴുവൻ സ്റ്റേജിൽ തന്നെ ആയിരിക്കും, മറ്റേ വേൽമുരുക. അതിന് മൊത്തം ആൾക്കാർ, അതിൻ്റെ ആ പവർ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സ്നേഹം, അത് നമുക്ക് എന്നും ഉണ്ടെങ്കിൽ ഈ അവാർഡൊന്നും വേണ്ട. കൂടെ പാടാൻ ആഗ്രഹിക്കുന്ന ഫീമെയിൽ ജോഡി ആരെ കൂടുതൽ ഇഷ്ടം? തീർച്ചയായിട്ടും ചിത്ര തന്നെയാണ്. ചിത്ര തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിത്ര എൻ്റെ കൂടെ ഒരു പ്രോഗ്രാം ഇതുവരെ പാടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരേ സ്വരം എന്ന് പറഞ്ഞിട്ട്. ലണ്ടനിലായിരുന്നു? അമേരിക്കയിലായിരുന്നു. ഒരു ഷോയ്ക്ക് പാടിയിട്ടുണ്ട്. പിന്നെ പാടിയിട്ടില്ല, ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ പാടുന്ന എല്ലാവരും നന്നായിട്ട് പാടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. മൃദുല വാര്യർ ഇപ്പം എൻ്റെ കൂടെ പാടി. അതിന് മുമ്പ് ടീനു ടാലൻസ് പാടി. എല്ലാം നന്നായിട്ട് പാടും, അസലായിട്ട് പാടും. പുതിയ പാട്ടുകാരെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. കാരണം അവർക്ക് നല്ല നല്ല പാട്ടുകൾ കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആ പോയിന്റ് മനസ്സിലാകും. അതായത് ഞാനൊക്കെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു മനോഹരമായിട്ടുള്ള കുറേ പാട്ടുകളുണ്ടായിരുന്നു. അതിൽ ലിപ്പുണ്ടായിരുന്നു, അത് പിക്ചറൈസേഷൻ നന്നായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ മിന്നൽ മുരളി, അതിനകത്ത് ഞാൻ പാടിയിട്ടുണ്ട്. നിറഞ്ഞ താരകങ്ങൾ വന്ന് വീണരാവിൽ. അത് നല്ലൊരു പാട്ടായിരുന്നു. അത് സിനിമയ്ക്കകത്ത് വന്നപ്പോഴത്തേക്ക് 2 വരി വന്നിട്ട് ബാക്കി പശ്ചാത്തല സംഗീതം പോലെ അങ്ങ് പോയി. അപ്പോൾ പാട്ടുകൾ പിന്നെ ഓ മൈ സിൻഡ്രല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു പടം നല്ലൊരു പാട്ട് ചെയ്തു, ആരും ശ്രദ്ധിച്ചില്ല. അത് ഞാൻ തന്നെ ചെയ്തത്, ഞാനും മൃദുലാവാരും കൂടെ പാടി. അതേതെന്ന്? ചെണ്ടുമുല്ലത്തണ്ടിലൊരു വണ്ടിരുന്നു ചൊല്ലി, ചെണ്ടുമുല്ലേ നിന്മരന്തം പണ്ടേ എൻ്റെതല്ലേ, വണ്ടേ വണ്ടേ നിന്മരന്തം പണ്ടേ എൻ്റെതാണ്, വേണ്ടുവോളം നീ നുകർന്നു വണ്ടേ കരിവണ്ടേ ചെണ്ടുമുല്ല. നല്ലൊരു പാട്ട് ചെയ്താ, അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ അതുപോലത്തെ നല്ല പാട്ടുകൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, കുറച്ച് പാട്ടുകൾ വരുന്നെങ്കിൽ അതിനൊന്നും ആയുസില്ല. ഇപ്പം ദൂരക്കിഴക്കുതിക്കൻ അല്ലെങ്കിൽ മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കൊക്കെ ഇപ്പോഴും കേൾക്കുമ്പം എല്ലാ ജനറേഷനും കൊച്ചുകുട്ടികൾ വരെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ആ കമ്പോസിങ്ങും പാറ്റേണും അത് കൊണ്ടുപോയിരിക്കുന്ന രീതി, അതിൻ്റെ ഫ്രെയിം, അതിന് കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസ് സിനിമയിൽ. ഇപ്പോൾ സിനിമയിൽ പാട്ടിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് പാട്ടുകാർ ഇഷ്ടം പോലെ നല്ല അസലായിട്ട് പാടുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കാറുണ്ട് നേരത്തെ വന്നത് നന്നായിരുന്നു, ഇപ്പം ഇപ്പോഴും പണിയായിപ്പോയി. നന്നായിട്ട് പാടുന്ന കുട്ടികളുണ്ട് കേട്ടോ, നന്നായിട്ട് പാടും. എന്താണ് ജീവിതത്തിൽ ഇനി ബാക്കിയുള്ളൊരു ആഗ്രഹം? ബാക്കിയൊരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിഷ്ടമില്ലാത്ത ഒരാഗ്രഹം, ഒരു സിനിമ എടുക്കണം. സംവിധാനം എനിക്ക് അറിഞ്ഞൂടാ. നെടുമുടി വേണിച്ചൻ്റെ ഒരു കഥയാണ്, കച്ചേരിക്കാരൻ. അപ്പോൾ കച്ചേരി എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ മുഴുവൻ എൻ്റെ ചേട്ടനെല്ലാം കച്ചേരി. ആ കച്ചേരി നടത്തുന്ന ഒരാൾ ആവശ്യമില്ല രാഷ്ട്രീയത്തിൽ പോയിട്ട് ഉണ്ടാകുന്ന പ്രശ്നം, അതൊരു നല്ലൊരു തീമാണ്. അതിനകത്ത് ഞാനിപ്പോൾ 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്താണ്, അത് റിലീസായില്ല. അതിനകത്തൊരു ചെറിയ സാമിയായിട്ടുള്ളൊരു വേഷം ഞാൻ ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്നു. അതിൽ മോഹൻലാൽ ഒരു ഗസ്റ്റായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു, അറിഞ്ഞൂടാ. പ്രിയൻ അത് ഡയറക്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു, അറിഞ്ഞൂടാ. അല്ല, എൻ്റെ കഥ എഴുതും, അതിൻ്റെ തിരക്കഥ ആരെങ്കിലും എഴുതിക്കണം. അതിന് പ്രൊഡ്യൂസർ ഉണ്ട്. ഡൽഹിയിലുള്ളൊരു ജേക്കബ് സാമുവലാണ്. അദ്ദേഹം 100 പ്രാവശ്യം ചെയ്യാൻ തയ്യാറാണ്. പ്രിയദർശനോട് പറഞ്ഞില്ലേ? പ്രിയദർശൻ്റെ അടുത്ത് പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞു, മോഹൻലാലിൻ്റെ അടുത്തും പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞു. ലേഖയ്ക്ക് എന്നെ എതിർപ്പ്? അറിയാത്ത പണിക്ക് പോകണ്ടെന്നാണോ? സമാധാനത്തോടെ ഞാൻ കറക്റ്റ് ഇപ്പോൾ സാജൻ പറഞ്ഞ പാട്ട്, എനിക്കതാണ് ഇഷ്ടം. ഞാൻ ഒരു പാട്ടുകാരനെയാണ് സ്നേഹിച്ചത്, അത് മതി. അല്ല, എൻ്റെ ഒരു ആഗ്രഹം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. അതെ, ഒരു ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ പാട്ടുകാരൻ എന്ന നിലയിൽ വലിയ സക്സസ് ആയിരുന്നു. സുറുമ, എൻ്റെ സുറുമ നല്ല സുറുമ, അതൊക്കെ ദാസേട്ടൻ പാടി അഭിനയിച്ചിട്ടില്ലേ? അതെ. അതുപോലൊരു സിനിമയിൽ ഒരു നല്ലൊരു സിനിമയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ലൊരു മെസ്സേജ് ഉള്ളൊരു സിനിമയാണ്.
ലേഖയുടെ ജീവിതത്തിൽ ഇനിയുള്ള ആഗ്രഹവും പ്രാർത്ഥന? സമാധാനമായിട്ട് അസുഖമൊന്നുമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുക. ഗോസിപ്പുകാരോട് പറയാനുള്ളത് എന്താ? പറയണം, ഇഷ്ടംപോലെ പറഞ്ഞു. ഇഷ്ടംപോലെ പറഞ്ഞോളൂ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ ഇനിയും എൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ ഇങ്ങനത്തെ ഉള്ള ഓരോ വേർഡിങ്സ് ഇടും. അത് നമ്മുടെ ഇതുമായിട്ട് ക്ലബ് ചെയ്ത് നിങ്ങൾ കാണാൻ അത് നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ചെയ്തു കൊള്ളുക. ഏതായാലും നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മൾ ഇതേപോലെ ഇങ്ങനെ തന്നെ അങ്ങ് പോകും. കുറേ അനവധി വർഷം അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹം. പിന്നെ ഈശ്വര നിശ്ചയം. ദീർഘായുസ് ഉണ്ടാവട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഞാൻ മറുനാടൻ മലയാളിയുടെ എല്ലാ എപ്പിസോഡുകളും ഞങ്ങൾ കാണാറുണ്ട്. ഞാൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്നെ കാണിക്കും. കാരണം ഞാൻ വൈകുന്നേരം 8-8:30 മണി 9 മണിയാണ് ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എൻ്റെ ഇതിനകത്തോട്ട് ഫോർവേഡ് ചെയ്ത് തരും. അപ്പം ഞാനത് കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാനലും മാത്രമല്ല, ഷാജൻ്റെ പറയുന്ന രീതി, വളരെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്ന രീതി വളരെ കൃത്യമാണ് പറയുന്നത്. കാരണം അത് നല്ല സ്ഫുടതയായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അനാവശ്യങ്ങളൊന്നും പറയാതെ വൃത്തിയായിട്ട് അവതരിപ്പിക്കുന്ന കാരണം അത് കേൾക്കാനൊരു സുഖമുണ്ട്. താങ്ക് യു. ഇത് കേൾക്കാൻ എനിക്കും ഒരു സുഖമുണ്ട്.